ഒരാഴ്ച മുഴുവൻ ജോലി കഴിയുമ്പോൾ നമുക്കൊരു വീക്കെൻഡ് കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. അത് പ്രത്യേകിച്ച് ഒരു ലോങ് വീക്കെൻഡ് ആണെങ്കിൽ 3 ദിവസം അവധി. പക്ഷേ കാലാവസ്ഥ ചതിച്ചു. ഞാൻ 3 ദിവസം മഴയാണെന്നാണ് കാലാവസ്ഥ പറയുന്നത്. അപ്പോൾ പിന്നെ ഔട്ട്സൈഡിൽ വേറെ ഒന്നും ചെയ്യാനില്ല. നേരെ വണ്ടിയെടുത്ത് ഒരു നഴ്സറി പോയി വളമൊക്കെ മേടിച്ച് വണ്ടിയെ കയറ്റി വീട്ടിൽ വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും നമ്മുടെ ട്രക്ക് ഒരു അറ്റൻഷൻ സീക്കിങ് ട്രക്കായിട്ടാണ് പൊതുവെ കരുതുന്നത്. പക്ഷേ അതൊരു റിയൽ ട്രക്കായിട്ട് ഉപയോഗിച്ചേക്കാമെന്ന് വെച്ചു. വളമൊക്കെ മേടിച്ച് വീട്ടിലേക്ക് പോരുമ്പോഴാണ് പിന്നെ മാനുവലായിട്ട് എന്തിനാണ് ഡ്രൈവ് ചെയ്യണേ? എല്ലാ ദിവസവും അതല്ലേ ചെയ്യുന്നത്. വണ്ടിയുടെ ഫുൾ സെൽഫ് ഡ്രൈവ് ഒന്ന് എൻജോയ് ചെയ്യാം. സീറ്റൊക്കെ വലിച്ച് പുറകോട്ടിരുന്ന് റിലാക്സ് ചെയ്ത് വണ്ടി തന്നെ വേണമെങ്കിൽ ഓടിച്ച് വീട്ടിലെത്തിക്കട്ടെ. എന്തായാലും വണ്ടി തന്നെ ഡ്രൈവ് ചെയ്തു. നമ്മുടെ ഡ്രൈവ് വേയിൽ വരെ അത് തന്നെ പുള്ളി ചെയ്തു. ഇനിയിപ്പോൾ ഇത് മഴ പെയ്തു തുടങ്ങിയപ്പോൾ അതൊക്കെ ഇതൊന്ന് ഇട്ട് കൊടുക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എല്ലാത്തിനും സ്പെസിഫിക്കായിട്ട് കുഴിയെടുത്ത് അതിനകത്ത് വളമിട്ട് മൂടി. പക്ഷേ ഇപ്രാവശ്യം അതിനൊന്നും സമയമില്ല. അത് ഒത്തിരി സമയമെടുക്കും. മഴ ചെറുതൊക്കെ ചാറി തുടങ്ങി. തന്നെയല്ല, നല്ല തണുപ്പും, കാലാവസ്ഥ അങ്ങോട്ട് ഇമ്പ്രൂവ് ആയിട്ടില്ല. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും ചുവട്ടിലെ മണ്ണ് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക, വളം നിരത്തി പിടിച്ചിടുക, മൂടുക. വളയിടലിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നും സമയമൊന്നുമില്ല. അതുകൊണ്ട് പതുക്കെ മണ്ണിളക്കി കൊടുത്തു, വളം അതിൽ കൂടെ നിരത്തി തൂവി കൊടുക്കുക, മണ്ണിട്ട് മൂടുക. കഴിഞ്ഞപ്പോൾ 3 ദിവസം മഴ പെരുമഴയായിട്ട് പെയ്തില്ല ഭാഗ്യത്തിന്. അത് ചെറുതായിട്ട് ചാറി 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 നിന്ന് മണ്ണ് നല്ലപോലെ നനഞ്ഞ് വളവും കുതിർന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിലെ പുതിയ തളുപ്പും നാമ്പും ഒക്കെ വരുമ്പം ഒരു പ്രത്യേക മനസ്സുഖം. ഈ ചെയ്ത പണിയുടെ ഒരു സാഫല്യം.